ഫുഡൊക്കെ കഴിച്ച് വയറ് നല്ലപോലെ നിറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു മധുരം കൂടി ആവാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതേപോലെ തന്നെ വൈകുന്നേരം ചായക്ക് ചിലപ്പോൾ പഞ്ചസാര ഉണ്ടാവില്ല, പക്ഷെ അതിനൊപ്പം എന്തെങ്കിലും ഒരു മധുരമുള്ള സ്നാക്ക് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നാറുണ്ടോ? ഇതേപോലെ തന്നെയാണ് ഫ്രിഡ്ജിൽ വല്ല മധുരമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഐസ്ക്രീം ആവാം, അല്ലെങ്കിൽ കേക്ക് ആവാം. രാത്രി അത് കഴിച്ചു കഴിഞ്ഞാലേ സമാധാനം കിട്ടും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല കേട്ടോ, ഇതിന് പുറകിൽ നമ്മൾ വിചാരിക്കാത്തൊരു വില്ലൻ ഉണ്ട്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൺട്രോൾ ഇല്ലാത്ത മധുരക്കൊതി വരുന്നത്. ഇവൻ നമ്മൾ എല്ലാ ആഹാരവും കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് നമുക്ക് മധുരം കഴിക്കാൻ തോന്നുന്നത്, ഇത് മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും മസ്റ്റ് ആയിട്ട് വീഡിയോ കാണാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഈ മധുരം കഴിക്കാനായിട്ട് നമുക്ക് കൊതി തോന്നുന്നത് നമുക്ക് വിൽ പവർ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് വിൽ പവറിന് മാത്രം മാറ്റർ അല്ല. ഒരുപാട് പേർക്ക് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈന്റ് ആണ്, എനിക്ക് മധുരത്തിനുള്ള കൊതി അല്ലെങ്കിൽ ക്രേവിങ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ഒരൊറ്റ ക്രേവിങ്സ് കാരണം ഡയറ്റ് പകുതി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിൽ പവറിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഇത് നിങ്ങളുടെ ശരീരം തരുന്ന ഒരു സിഗ്നലാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സയൻസ് ആണ്. സാധാരണ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ മധുരമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് എത്ര പേർക്ക് അറിയാം? നമ്മൾ ഷുഗർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാർബ്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിൽ പെട്ടെന്ന് ഒരു സ്പൈക്ക് ഉണ്ടാവും. ഈ സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗന് ഇൻസുലിൻ റിലീസ് ചെയ്യും. ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഈ ഇൻസുലിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഈ ഗ്ലൂക്കോസിന്, അതായത് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ബോഡിയിലുള്ള സെൽസിലേക്ക്, അതായത് കോശങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിനെ ഊർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഇൻസുലിന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ കാർബ്സ് കഴിക്കുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാവും, നമുക്ക് ഊർജ്ജം കിട്ടും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടും. അപ്പൊ ആ എനർജി കോശങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇൻസുലിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സും മധുരം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെയാണ് ഇതിന്റെ കോർ കോൺസെപ്റ്റ് വരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ശരീരം ഒരു വീടായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പോയി നോക്കും, വന്ന ആളെ നിങ്ങൾ റിസീവ് ചെയ്യും. പക്ഷേ ഈ കോളിംഗ് ബെൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക? നമ്മൾ പയ്യെ അത് ഇഗ്നോർ ചെയ്യും. ആരെങ്കിലും വന്ന് നമ്മളെ കളിപ്പിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളത് ഇഗ്നോർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സെൽസും പ്രവർത്തിക്കുന്നത്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ഇൻടേക്ക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ അമിതമായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങൾ ആഗിരണം ചെയ്യുക, അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുതലായിട്ട് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സും മധുരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കോശങ്ങൾ പയ്യെ ഈ ഷുഗറിനെ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ റിസീവ് ചെയ്യാതെയാവും. അതായത് നമ്മുടെ കോശങ്ങൾ ഇൻസുലിനെ മൈൻഡ് ചെയ്യാണ്ടാവും. ഒരു അതിഥി വന്ന് നമ്മൾ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആലോചിച്ച് നോക്കിയാൽ അതേപോലെ ആയിരിക്കും നമ്മുടെ കോശങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് എന്താ? ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ കോശങ്ങൾ ആഗിരണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നിങ്ങളുടെ രക്തത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാവും, പക്ഷെ അതിന് കോശങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഒബ്വിയസ്ലി നമുക്ക് ഊർജ്ജം കിട്ടില്ല, നമ്മുടെ ബോഡി തളരാനായിട്ട് തുടങ്ങും. ഈ എനർജി കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ കോശങ്ങൾ വെറുതെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നേരെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് തന്നെ എനർജി വേണം, എന്തെങ്കിലും കാർബ് സോഴ്സസ് കഴിക്കൂ എന്ന് നമുക്ക് വീണ്ടും ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങും. ഓൾറെഡി നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടാവും, പക്ഷേ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ കോശങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ടാവില്ല. ഇത് റിസീവ് ചെയ്യാത്തത് പോരാഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് ഇനിയും എനിക്ക് കാർബ്സ് വേണം എന്നുള്ളൊരു സിഗ്നലും കൂടെ പാസ് ചെയ്യും. അപ്പൊ ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ മധുരം കഴിക്കാനുള്ള ഒരു കൊതി അല്ലെങ്കിൽ ക്രേവിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മധുരക്കൊതിയന്മാരിലൊക്കെ ഈ ഒരു ലൂപ്പ് പ്രോസസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി വരാതെ തോന്നുക. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് വയറ് നിറയെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒന്ന്, അതായത് എന്തോ ഒന്ന് ശരീരത്തിൽ എത്തിയില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുക, അതായത് തൃപ്തി ഇല്ലാത്തൊരു തോന്നൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ലോവർ ബെല്ലി, അപ്പർ ബെല്ലി, ഈ ഒരു പോർഷനിൽ കൂടുതലായിട്ട് തടി വെക്കുക അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലാവുക. ഒരു ഹെവി മീൽ എടുത്ത ഉടനെ തന്നെ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായിട്ട് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ക്ഷീണവും തളർച്ചയൊക്കെ വരിക, ഉറങ്ങണം എന്നുള്ള തോന്നലുണ്ടാവുക, കഴുത്തിന്റെ പുറകിലും കക്ഷത്തിലും ഒക്കെ കറുപ്പ് നിറം വരിക, പെട്ടെന്ന് ദേഷ്യവും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ചില ലക്ഷണങ്ങൾ. ഇനി അഥവാ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒട്ടുമില്ല. കാരണം നമുക്ക് ഇത് റിവേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലളിതമായിട്ടുള്ള ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിനൊന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച്
ഈ മൈദ അല്ലെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ, ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം എടുത്തുകൊണ്ടിരിക്കുക, ബേക്കറി പലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. പകരം നല്ല ഫാറ്റും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ ശീലാക്കുക, സമീകൃത ആഹാരം ശീലാക്കുക. ഇത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. പിന്നെയുള്ളത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ശീലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പാറ്റേൺ നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. എല്ലാ സമയവും നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാതെ, എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ബോഡിക്ക് ഒരു ബ്രേക്ക് ടൈമും കൂടെ കൊടുക്കുക. അതായത് ഒരു പ്രോപ്പർ വിൻഡോയിൽ നമ്മൾ ആഹാരം എടുക്കും, പ്രോപ്പർ വിൻഡോയിൽ നമ്മൾ ആഹാരം നിർത്തും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മുടെ ബോഡിക്ക് കൊടുക്കുകയാണെങ്കിലും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് പയ്യെ പയ്യെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ദിവസം ഒരു 30 മിനിറ്റെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമം നിങ്ങളുടെ ആ ഒരു റുട്ടീനിൽ ഉൾപ്പെടുത്തുക. അത് വേഗത്തിലുള്ള ഒരു നടത്താണെങ്കിൽ പോലും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാം, സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ടുകൾ ചെയ്യാം. അങ്ങനെ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 3 to 4 days എങ്കിലും അല്ലെങ്കിൽ 3 to 5 days എങ്കിലും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഒരു 30 minutes കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെയാണ് നല്ല ഉറക്കവും. പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടും, പയ്യെ പയ്യെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ വിൽ പവറിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ബോഡി തരുന്ന ഒരു സിഗ്നലാണ്. നിങ്ങളുടെ ബോഡി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ അപ്കമിംഗ് ഓൺലൈൻ വെയിറ്റ് ലോസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതൊക്കെ മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്ലാനും ഡയറ്റ് പ്ലാനും വർക്കൗട്ട് റൂട്ടീനും ഒക്കെ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫാമിലിയുടെ പാർട്ട് ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.